ആരോഗ്യപൂർണമായ സ്ത്രീ ജീവിതത്തിന് ആയുർവേദ വകുപ്പും റേഡിയോ മാറ്റുലിയും സംയുക്തമായി അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി. നമസ്കാരം, തന്മയയിലേക്ക് സ്വാഗതം. ലോകത്ത് വളരെ വേഗം പ്രാധാന്യം നേടിക്കൊണ്ടിരിക്കുന്ന ഒരു ജീവിത രീതിയാണ് മിനിമലിസം. പേര് സൂചിപ്പിക്കുന്നത് പോലെ ലളിതമായ ജീവിത രീതിയാണിത്. മറ്റുള്ളവരെ പോലെ ജീവിക്കാൻ തിരക്ക് പിടിക്കുന്ന, ആഡംബരത്തിന് പിന്നാലെ പായുന്ന, അതിനായി എന്തും ചെയ്യുന്ന ഒരു സമൂഹത്തിന്റെ ദിശാമാറ്റമായി ഇതിനെ വിലയിരുത്താം. നമുക്കാവശ്യമുള്ള വസ്തുക്കളെ മാത്രം ചേർത്ത് നിർത്തുന്നതാണ് മിനിമലിസത്തിന്റെ രീതി. മിതത്വത്തിലൂടെ സംതൃപ്തി കണ്ടെത്തുന്ന ഈ രീതി കൂടുതൽ സന്തോഷവും സമാധാനവും അനുഭവിക്കാൻ പ്രാപ്തരാക്കും എന്നതാണ് സത്യം. ജീവിതം മിനിമലിസ്റ്റിക് ആക്കുമ്പോഴുള്ള ഗുണങ്ങളെക്കുറിച്ച് കേൾക്കാം ഇന്ന് തന്മയിലൂടെ. വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത് മാനന്തവാടി W ആയുർവേദ സ്ത്രീരോഗ സ്പെഷ്യാലിറ്റി ക്ലിനിക്കിലെ ഡോക്ടർ ശ്രുതി EJ. നമസ്കാരം. സ്ത്രീകളുടെ ആരോഗ്യത്തിൽ നല്ല സ്ത്രീകളുടെ ജീവിതത്തിൽ മിനിമലിസം അപ്ലൈ ചെയ്താൽ നമുക്കുണ്ടാകുന്ന മാറ്റങ്ങളും അതിൻ്റെ ഗുണങ്ങളെ പറ്റിയാണ് നാം ഇന്നിവിടെ പറയുന്നത്. ഇന്നത്തെ വളരെ ഫാസ്റ്റ് മൂവിംഗ് ആയ ഈ ലോകത്ത് സ്ത്രീകളുടെ പ്രധാന പ്രശ്നം ഒന്നിനും സമയം തികയുന്നില്ല എന്ന് തന്നെയാണ്. ഒന്നാലോചിച്ചാൽ ഈ നമ്മുടെ ഒരു ഹ്യൂമൻ ഹിസ്റ്ററി എടുത്തു നോക്കിയാൽ ഏറ്റവും സൗകര്യപ്രദമായ ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. ഒരു 50 വർഷം മുൻപോ 100 വർഷം മുൻപോ രാജാക്കന്മാർക്ക് പോലും ഇല്ലാതിരുന്ന സൗകര്യങ്ങളെല്ലാം നാം ഇന്ന് അനുഭവിക്കുന്നുണ്ട്. എന്നിട്ടും നമ്മുടെ ജീവിതത്തിൽ സന്തോഷിക്കാൻ പറ്റുന്നില്ല, ഒരു സംതൃപ്തി തോന്നുന്നില്ല, ആരോഗ്യത്തോടെ ജീവിക്കാൻ പറ്റുന്നില്ല. പലവിധ പ്രശ്നങ്ങൾ നമ്മളെ അലട്ടുന്നുണ്ട്. നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിലെ പ്രധാന ഒരു പ്രശ്നം എന്ന് പറയേണ്ടതില്ല, ശരിക്കും ഒരു സവിശേഷത എന്ന് പറഞ്ഞാൽ എല്ലാത്തിൻ്റെയും ഒരു അതിപ്രസരം, അളവ് കൂടുതൽ ആണ് എന്നുള്ളതാണ്. സൗകര്യങ്ങളുടെ കാര്യത്തിൽ, ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ, അറിവിൻ്റെ കാര്യത്തിൽ, വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലെല്ലാം നമുക്ക് ചുറ്റും ഉള്ള ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് നമുക്കാവശ്യമായവ, നമ്മുടെ ജീവിതത്തെ പരിപോഷിക്കുന്നവയെ കണ്ടെത്തുക എന്നതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാന വെല്ലുവിളി. ഇതിനുള്ള വളരെ ലളിതവും ഫലപ്രദവുമായ ഒരു ഉത്തരമാണ് മിനിമലിസം. പലരും കേട്ടിട്ടുണ്ടാവും. ഒരു ട്രഡീഷണൽ ജാപ്പനീസ് കൾച്ചർ, ഒരു ലൈഫ് സ്റ്റൈൽ ആണ് മിനിമലിസം. ഒരു ലൈഫ് സ്റ്റൈൽ ഫിലോസഫി എന്ന് പറയാം. ഒരു സെൻ ബുദ്ധിസത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു വേ ഓഫ് തോട്ടാണിത്. മിനിമലിസത്തെ പറ്റി പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. പക്ഷേ അതിൻ്റെ കീ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണെന്ന് നോക്കിയാൽ നമുക്കതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ സിംപ്ലിസിറ്റി. അതായത് ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് നമുക്ക് ഏറ്റവും ആവശ്യമായവയെ കണ്ടെത്തുക എന്നുള്ളതാണ് ഒന്നാമത്തത്. 2, നാച്ചുറൽനെസ്. പ്രകൃതിയെ ഒട്ടും നോവിക്കാതെ, അപകടപ്പെടുത്താതെ അതിനെ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്താനുള്ള ഒരു കഴിവിനെയാണ് ഈ നാച്ചുറൽനെസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 3, സബ്റ്റിൽ ബ്യൂട്ടി. അതായത് നാം മോശമാണെന്നോ പെർഫെക്റ്റ് അല്ലെന്നോ പഴയതാണെന്നോ ഒക്കെ പറഞ്ഞ് വില കുറച്ച് കാണുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട്. ഒരുപാട് വ്യക്തികളുണ്ടാകാം, ഒരുപാട് വസ്തുക്കളുണ്ടാകാം. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു യഥാർത്ഥ സൗന്ദര്യം കണ്ടെത്തുവാനുള്ള ഒരു മാനസികാവസ്ഥ സൃഷ്ടിക്കുക എന്നതാണ് ഈ സബ്റ്റിൽ ബ്യൂട്ടി. എല്ലാത്തിലും അടങ്ങിയിട്ടിരിക്കുന്ന ഒരു ബ്യൂട്ടി കണ്ടെത്തുവാനുള്ള ഒരു മാനസികാവസ്ഥ. ഇതൊക്കെ നമ്മുടെ ആരോഗ്യത്തെ വളരെയധികം മെച്ചപ്പെടുത്തുന്ന കാര്യങ്ങളാണ് മിനിമലിസത്തിൻ്റെ ഏറ്റവും ഫണ്ടമെൻ്റൽസ് എന്ന് പറയാം. 4, ഹാർമണി. ജീവിതത്തിൽ നാം ഒരു വ്യക്തിയുമായി, നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് ആയ വസ്തുക്കളുമായിട്ട്, നാം ബന്ധപ്പെടുന്ന എല്ലാ കാര്യങ്ങളുമായിട്ട്, നമ്മളുടെ സമൂഹത്തിലെ സ്ഥാനം, കുടുംബത്തിലെ സ്ഥാനം, ഇതെല്ലാം അനുസരിച്ച് നമ്മളൊരു ബാലൻസ്, ഒരു സമാധാനം ജീവിതത്തിൽ കണ്ടെത്തുക എന്നുള്ളതാണ് ആ ഹാർമണി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് പലപ്പോഴും ഈ മിനിമലിസം എന്നുള്ളത് പലപ്പോഴും ഇൻറ്റീരിയർ ഡിസൈനായിട്ട് ബന്ധപ്പെട്ടും ആർക്കിടെക്ചറായിട്ട് ബന്ധപ്പെട്ടും ഒക്കെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാകാം. അതേപോലെ നമ്മുടെ ലൈഫ് സ്റ്റൈലിലും മിനിമലിസം കൊണ്ടുവരാൻ സാധിക്കും. സ്ത്രീകൾക്ക് ഇതെങ്ങനെ പ്രയോജനപ്പെടുന്നു എന്ന് നോക്കാം. നാം പലപ്പോഴും നല്ല നാളേക്ക്, നല്ല ആരോഗ്യത്തിലേക്ക്, നല്ല സാമ്പത്തിക ഭദ്രതയിലേക്ക് ഒക്കെയുള്ള നെട്ടോട്ടം തുടരുകയാണെന്നും സത്യത്തിൽ അങ്ങനെ ഒരു നാളെ വരാനില്ല എന്നത് തന്നെയാണ് നമ്മൾ ഉൾക്കൊണ്ടേണ്ട ഏറ്റവും വലിയ പ്രധാന സത്യം. വളരെ മൈൻഡ്ഫുള്ളായി ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളെയും ആസ്വദിക്കാനും ഉൾക്കൊള്ളാനും നമുക്ക് പറ്റണം. ഇത് ഒരു ക്രോണിക് സ്ട്രെസ്സിനെ കുറയ്ക്കാനും ഹോർമോണൽ ബാലൻസിൻ്റെ സാധ്യതകളെ കുറയ്ക്കാനും ഒക്കെ സ്ത്രീകളെ സഹായിക്കും. നമ്മുടെ ദൈനംദിന കാര്യങ്ങളെ ഒന്നുകൂടെ ലളിതമാക്കുക, കുറച്ച് ഫ്രീ ടൈം വെറുതെ ഇരിക്കാൻ എല്ലാ ദിവസവും കണ്ടെത്തുക. ഇതെല്ലാം നമ്മുടെ മെൻ്റൽ ക്ലാരിറ്റി, ഇമോഷണൽ ഹെൽത്ത് എല്ലാം കൂട്ടും. അത് നമ്മുടെ വ്യക്തിബന്ധങ്ങളെ നന്നാക്കും. നാം അറിയാതെ തന്നെ നാം എന്ന വ്യക്തി സ്വയം വലുതാവുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും.
പ്രധാനമായിട്ടും സ്ത്രീകളിലെ സെൽഫ് കെയറിൻ്റെ കാര്യത്തിൽ എന്തൊക്കെ അറിവുകളാണ് നമ്മുടെ മുന്നിൽ. ഭക്ഷണത്തെപ്പറ്റി, വെള്ളം കുടിക്കുന്നതിനെ പറ്റി, തടി കൂടാൻ കുറയ്ക്കാൻ, മറ്റ് ആരോഗ്യ മേഖലയിൽ സൗന്ദര്യ സംരക്ഷണത്തെപ്പറ്റി, വ്യായാമത്തെപ്പറ്റി എത്ര വിവരങ്ങളാണ് നമുക്ക് മുന്നിലെന്ന് ആലോചിച്ച് നോക്കൂ. ഇതെല്ലാം പരിശോധിച്ച് ഒരു വളരെ മികച്ച ജീവിതത്തിലെ റൂട്ടീൻ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ചാൽ നമുക്ക് മിനിമം ഒരു 60 വയസ്സെങ്കിലും കഴിഞ്ഞിരിക്കും. ഒന്നാലോചിച്ചാൽ മനുഷ്യന് ജീവിക്കാൻ ഇത്രയധികം അറിവിൻ്റെ ആവശ്യമുണ്ടോ എന്ന് നമുക്ക് ചിന്തിക്കാം. മനുഷ്യൻ മാത്രമേ ജീവിക്കാൻ ഇത്രയധികം കാര്യങ്ങൾ പുറമേ തിരയാറുള്ളൂ. അങ്ങനെ അന്വേഷിച്ച് തലമുറകളായി നമുക്ക് കിട്ടിയിട്ടുള്ള നമ്മുടെ ജീനിൽ തന്നെ അടങ്ങിയിരിക്കുന്ന പല അറിവുകളും നാം ഇന്ന് മറന്നു തുടങ്ങിയിരിക്കുന്നു. നാം കരുതുന്നതിനേക്കാളും വളരെ ഞെട്ടിക്കുന്ന ഒരു വസ്തുതയാണിത്. സത്യത്തിൽ ഓരോരുത്തരുടെയും ജീവിതത്തിലെ ആവശ്യങ്ങളെ, പ്രതിസന്ധികളെ ഒക്കെ മറികടക്കാനുള്ള എല്ലാ ഊർജവും അറിവും നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. അതിനെ ഒന്ന് ശ്രദ്ധിക്കാൻ പഠിക്കുക, ജീവിതത്തിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് നോക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മൾ പഠിക്കേണ്ട ഒരു വിഷയം. നാം ഉപയോഗിക്കുന്ന വസ്തുക്കളിലും വളരെ കൃത്യമായി മിനിമലിസം അപ്ലൈ ചെയ്യാൻ പറ്റും. ഒരു കൺസ്യൂമറിസത്തിൻ്റെ കാലത്തിലാണ് നമ്മളിന്ന് ജീവിക്കുന്നത്. ഒരു 5 സാധനം വാങ്ങാൻ നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ പോയാൽ മിനിമം ഒരു 15 സാധനങ്ങളുമായിട്ടായിരിക്കും നമ്മൾ തിരിച്ചു വരിക. ഒരു വീഡിയോ കാണാൻ നമ്മൾ യൂട്യൂബ് തുറന്നാൽ മിനിമം ഒരു 10 വീഡിയോ എങ്കിലും കണ്ടിട്ടായിരിക്കും നമ്മൾ ഫോൺ ഓഫാക്കുക. അപ്പോൾ ഒന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലല്ലാതെ നമ്മുടെ മനസ്സിങ്ങനെ പറക്കുകയാണ് എന്ന് പറയാം. അവിടെയാണ് ഒരു കോൺഷ്യസ് ചോയ്സിൻ്റെ ഒരു ആവശ്യം വരുന്നത്. നാം വാങ്ങുന്ന ഓരോന്നിലും, നാം കാണുന്ന കാഴ്ചകൾ ഓരോന്നിലും നമുക്ക് വളരെ കോൺഷ്യസ് ആയിട്ട് നമ്മളതിനെ സെലക്ട് ചെയ്യാൻ നമുക്ക് സാധിക്കണം. അതിൻ്റെ മൂല്യമല്ല പ്രധാനം. അത് 1 രൂപയുടേതായാലും അത് 1000 രൂപയുടേതായാലും ആവശ്യമുണ്ടെങ്കിൽ നാം നമ്മുടെ ലൈഫിൽ അത് ഉപയോഗിക്കുമെങ്കിൽ, ഉണ്ടെന്ന് തോന്നിയാൽ മാത്രം അത് വാങ്ങുക. അത് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ഒരു അറിവ് നേടുക. നാം ഉപയോഗിക്കുന്ന വസ്തുക്കൾ, നമ്മുടെ റൂം, ടേബിൾ, അടുക്കള, അലമാര, ഇതിലെല്ലാം അത്യാവശ്യ സാധനങ്ങൾ മാത്രം വെക്കുക. അലങ്കോലങ്ങൾ പരമാവധി ഒഴിവാക്കുക. ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര ഡ്രസ്സുകൾ നമ്മുടെ ഷെൽഫിൽ പുറം ലോകം കാണാതിരിപ്പുണ്ട്, എത്ര പാത്രങ്ങൾ നമ്മുടെ കിച്ചൺ കബോർഡിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഇതെല്ലാം നമ്മുടെ അസുഖങ്ങളുടെ, നമ്മുടെ മനസ്സിൻ്റെ ആരോഗ്യത്തെ സാരമായി ബാധിക്കുന്ന പ്രശ്നങ്ങൾ തന്നെയാണ്. അപ്പോൾ ഉള്ളതിലുള്ള സംതൃപ്തിയും നന്ദിയും ആസ്വാദനവും തന്നെയാണ് ജീവിതം ലളിതമാക്കാനുള്ള വഴികൾ. ആവശ്യമുള്ളതിനേക്കാളുപരി ആവശ്യമില്ലാത്തതിനെ മാനേജ് ചെയ്താണ് നാം ഭൂരിഭാഗം സമയവും നമ്മുടെ ചിലവാകുന്നത്. വളരെ കുറച്ച് മതി നമുക്ക് ജീവിക്കാൻ. അല്ലെങ്കിൽ അടുക്കി വെച്ചും വൃത്തിയാക്കിയും മനസ്സും ശരീരവും ക്ഷീണിച്ചും സമയമില്ലാതെ നാം നമ്മുടെ ആരോഗ്യത്തെ വെല്ലുവിളിച്ചുകൊണ്ടേയിരിക്കും. സിമ്പിളാകുമ്പോൾ ജീവിതം കൂടുതൽ പവർഫുൾ ആകുന്നു എന്നതാണ് മിനിമലിസത്തിന്റെ കാഴ്ചപ്പാട്. ഇത്തരം ജീവിത രീതി പ്രാപ്തമാകുമ്പോൾ വ്യക്തിത്വ വികാസവും സ്വയം പര്യാപ്തതയും നേടിയെടുക്കാനാകും. ഇത് ഒരു വ്യക്തിക്ക് നൽകുന്ന ആത്മവിശ്വാസം വളരെ വലുതായിരിക്കും. മിനിമലിസത്തെക്കുറിച്ച് ഇന്ന് തന്മയിലൂടെ സംസാരിച്ചത് മാനന്തവാടി W ആയുർവേദ സ്ത്രീരോഗ സ്പെഷ്യാലിറ്റി ക്ലിനിക്കിലെ ഡോക്ടർ ശ്രുതി EJ ആണ്. ഇതോടെ ഇന്നത്തെ തന്മയ ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ആരോഗ്യപൂർണമായ സ്ത്രീ ജീവിതത്തിന് ആയുർവേദ വകുപ്പും റേഡിയോ മാറ്റുലിയും സംയുക്തമായി അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി.